മദീനത്തെ പള്ളിയോട് ചേർന്നൊരു കൊട്ടാരമുണ്ടായിരുന്നു പുണ്യ റസൂലുള്ളാക്ക്. അതൊരിക്കലും ആർഭാടത്തിന്റെ കൊട്ടാരമായിരുന്നില്ല. ഈന്തപ്പനയോല കൊണ്ട് മേഞ്ഞൊരു കുടിലായിരുന്നു. അവിടെ രാജകീയമായ സിംഹാസനങ്ങളോ അധികാരത്തിന്റെ അടയാളങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവിടെ ആ കൊട്ടാരത്തിൽ ഒരു മഹാറാണി ഉണ്ടായിരുന്നു. ഖദീജത്തുൽ കുബറ എന്നാണ് പേര്. അവരുടെ കൈകളിലും അലങ്കാരത്തിന്റെ ആഭരണങ്ങളില്ലായിരുന്നു. അവർ റസൂലുള്ളയുടെ താങ്ങും തണലുമായിരുന്നു. അന്ന് ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖെന്ന ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് പേടിച്ചരണ്ട് വീട്ടിലേക്ക് വന്ന് ജമ്മിലൂനി ജമ്മിലൂനി എന്ന് വിളിച്ചു പറഞ്ഞ് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വന്ന് പുതപ്പിട്ട് മൂടിക്കൊടുത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ മഹാറാണിയാണ് ഖദീജത്തുൽ കുബറ. ആ വീട്ടിലൊരു രാജകുമാരി കൂടി ഉണ്ടായിരുന്നു. ആ രാജകുമാരിയും അലങ്കാരത്തിന്റെ ആഭരണങ്ങളിൽ കുളിച്ചിട്ടില്ലായിരുന്നു. അന്ന് ശത്രുക്കൾ കുടൽമാല വലിച്ചെറിഞ്ഞപ്പോ, ദേഹത്തേക്ക് ചെളിയും ചപ്പുചവറുകളും വാരിയെറിഞ്ഞപ്പോ വീട്ടിലേക്ക് വന്ന പൊന്നുപ്പയുടെ ദേഹം മുഴുവൻ വൃത്തിയാക്കി കൊടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞൊരു രാജകുമാരി, വാത്സല്യനിധിയായ പിതാവിന്റെ സ്നേഹനിധിയായ മകൾ ഫാത്തിമത്തു സുഹറ. ലോകരാജാവിന്റെ കൊട്ടാരമാണെങ്കിലും അവിടെ പട്ടിണിയായിരുന്നു. പലപ്പോഴും അടുപ്പ് പുകയാറില്ലായിരുന്നു. ഒരിക്കൽ ആ വീട്ടിലേക്കൊരു യാചകി വരുന്നുണ്ട്. അവരുടെ തോളത്ത് കുഞ്ഞുങ്ങളുമുണ്ട്. വീട്ടുകാരി വീട് മുഴുവൻ പരതി നോക്കിയിട്ടും ഈത്തപ്പഴച്ചീളല്ലാതെ ഒന്നും കിട്ടിയില്ല. അതെടുത്ത് ആ യാചകിക്ക് കൊടുത്തപ്പോൾ അവർ തന്റെ കുഞ്ഞു മക്കൾക്ക് കഷ്ണങ്ങളാക്കി കൊടുത്തു. ഒരു കഷ്ണം ആ ഉമ്മ വായിലേക്കിടാൻ സമയത്ത് കുഞ്ഞുങ്ങൾ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കഷ്ണവും തന്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുത്ത് ആ ഉമ്മ തിരിച്ചുപോയി. റസൂലുള്ളാഹി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ വീട്ടുകാരി കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ ഉമ്മക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വീട്ടിൽ അടുപ്പ് പുകയാത്ത ഒരു രാജാവ് ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അലങ്കാരത്തിന്റെ ആർഭാടത്തിന്റെ രാജകീയമായ ചിഹ്നങ്ങളൊന്നുമില്ലാതെ ലോകം അടക്കി ഭരിച്ചൊരു രാജാവ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ മുത്ത് റസൂലുള്ള മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.